മധുരവഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടുംബങ്ങൾക്ക് വേണ്ടി മക്കളെ സ്വർഗോന്മുഖരായി വളർത്തുവാൻ വേണ്ടി മാതാപിതാക്കൾക്ക് യൗസേപ്പിനെയും മാതാവിനെയും പോലെ തിരുക്കുടുംബമായി ഒന്നു ചേർന്ന് മക്കളെ സ്വർഗീയ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ ഒരു സമ്മാനം, അതാണ് മധുരമൊഴി. ഇന്ന് നമ്മെ സഹായിക്കുവാനായി നമ്മോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട മേരി മാർട്ടിൻ. മേരി ചേച്ചിയാണ്. ചേച്ചി എറണാകുളത്ത് നിന്ന് വരുന്നു. ചേച്ചി ഏഞ്ചൽസ് ആർമിയിലെ സജീവ പ്രവർത്തകയാണ്. ചേച്ചിയെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കുടുംബമല്ല, മറിച്ച് രണ്ടമ്മമാർ കൂടിയാണ്. പ്രിയ ദീപ ചേച്ചി തലശ്ശേരി രൂപതയിൽ തോമാപുരം ഇടവകയിൽ നിന്ന് വരുന്നു. ചേച്ചി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം പ്രീത ജോസഫ്, പ്രീത ചേച്ചി ഏഞ്ചൽസ് ആർമി മിനിസ്ട്രി കോർഡിനേറ്റർ കൂടിയാണ്. വർഷങ്ങളായി മിനിസ്ട്രി ഉള്ളതാണ്. ചേച്ചിയും സ്നേഹപൂർവ്വം മധുരമൊഴിയുടെ ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ, ആ നാട്ടിലെ യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന പ്രത്യേക സ്ഥലത്തെ ഏകദേശം 10-25ഓളം ഗർഭിണികളായ യുവതികളെ അങ്ങോട്ട് വിളിച്ചുകൂട്ടി. ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് നടത്താൻ പോകുന്ന ഒരു സർവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു. ഗർഭിണികളായിരുന്ന ആ സ്ത്രീകൾക്ക് അവരെ വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ റാൻഡമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഒത്തിരി പുസ്തകങ്ങൾ ഇഷ്ടമുള്ള പുസ്തകം എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ പ്രസവ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പുസ്തകങ്ങൾ ഉറപ്പായിട്ട് വായിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടൊരു 15 ഏകദേശം 15-20 വർഷങ്ങൾക്ക് ശേഷം ഈ യൂണിവേഴ്സിറ്റി തന്നെ അതിൻ്റെ പഠനത്തിൽ സർവേയുടെ റിസൾട്ട് അറിയാൻ വേണ്ടി അവരെ വീണ്ടും തിരിച്ചു വിളിച്ചു. അപ്പോഴേക്ക് അവരോട് ആ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട്, അതെല്ലാം കണ്ടെത്തി അവർ വീണ്ടും തിരിച്ചു വിളിച്ചിട്ട് അപ്പോഴേക്ക് അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ പഠനമൊക്കെ കഴിഞ്ഞ് ഏകദേശം ജോലിയിലൊക്കെ പ്രവേശിക്കുന്ന സമയമൊക്കെ ആയിരുന്നു, പ്രൊഫഷനൊക്കെ തന്നെ എടുക്കുന്ന സമയമായിരുന്നു. അപ്പോഴത്തേക്ക് ഈ പഠനത്തിൻ്റെ അതിശയിപ്പിക്കുന്ന ഉത്തരങ്ങൾ ഇതായിരുന്നു: ആ പ്രസവ കാലഘട്ടങ്ങളിൽ കിട്ടിയ പുസ്തകങ്ങളനുസരിച്ച് അവർക്കുണ്ടായ മക്കൾ രൂപാന്തരപ്പെട്ടു എന്നുള്ളത് അതിശയിപ്പിക്കുന്ന റിസൾട്ടായിരുന്നു. കാരണം ചില പുസ്തകങ്ങൾ പട്ടാളക്കഥകളുടെ പുസ്തകങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാജ്യസ്നേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ടായിരുന്നു, ആസ്ട്രോണമി ഉണ്ടായിരുന്നു, സയൻസ് ഉണ്ടായിരുന്നു, ചില സഭാപഠനമായ പുസ്തകങ്ങൾ, ആത്മീയ ഗ്രന്ഥങ്ങൾ. ഈ സ്ത്രീകൾ ഏത് പുസ്തകങ്ങളൊക്കെയാണ് വായിച്ചേ അതിലേക്ക് അവരുടെ ഉദരത്തിലിരുന്ന കുഞ്ഞുങ്ങൾ രൂപാന്തരപ്പെട്ടെന്ന് ഒരു അതിശയകരമായ റിപ്പോർട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെയും സംസാര വിഷയം. ഗർഭകാലത്ത് എങ്ങനെ അമ്മമാർക്ക് ഏറ്റവും ആത്മീയപരമായിട്ടൊരുങ്ങാം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒത്തിരി പ്രസവ ശുശ്രൂഷകളും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ പാക്കേജുകളൊക്കെ, വലിയ പോസ്റ്ററൊക്കെ ഉണ്ട്, പ്രസവകാലത്തുള്ള സ്പെഷ്യൽ പാക്കേജുകൾ. അങ്ങനെ പാക്കേജുകൾക്കൊക്കെ ആശുപത്രികളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ആത്മീയമായ ഒരു സ്പിരിച്വൽ പാക്കേജ് പ്രഗ്നൻസി ടൈമിൽ, അതാണ് ഇന്നത്തെ മധുരമൊഴിയുടെ മധുരകരമായ സംസാര വിഷയം. നമുക്ക് ഇവരെല്ലാവരും അമ്മമാരാണ് നമ്മോടൊപ്പം ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ ചേച്ചിയിൽ നിന്ന് തുടങ്ങാം. ചേച്ചിക്ക് എത്ര മക്കളാണ്? 5 മക്കളാണ്. ഈ 5 മക്കളെയും വ്യത്യസ്തമായ ഒരുക്ക കാലഘട്ടങ്ങളാണല്ലോ. ചേച്ചിക്ക് അതൊന്ന് ഞങ്ങളോട് പങ്കുവെക്കാമോ? എൻ്റെ മക്കളെ ഞാനൊന്ന് ശ്രദ്ധിച്ചു കഴിയാൻ നേരത്തേക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവരെ ഞാൻ കൺസീവ് ചെയ്തിരുന്ന പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഉള്ള എൻ്റെ മനോഭാവം എന്താണോ അത് അവരുടെ ക്യാരക്ടറിൽ കുറേയൊക്കെ കാണാം, കൃത്യമായിട്ട് കാണാം. ചില സമയത്ത് ഞാൻ നല്ല ആത്മീയമായി നല്ല ഉണർവിലായിരുന്ന സമയമുണ്ട്. ചില സമയത്ത് ഞാൻ എൻ്റെ ലൈഫ് സിറ്റുവേഷൻ പലതായിരിക്കുമല്ലോ നമ്മളുടെ പല സമയത്തും. പിന്നെ ഒരു കാര്യമുള്ളത്, ഇത് ഏറ്റവും ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു പീരീഡാണ്. അതെ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. കാരണം ശാരീരികവും ഒക്കെ മാനസികവും ഒക്കെ ആയിട്ടുള്ള പല ഫ്ലക്ച്വേഷൻസ് നമുക്ക് വരണ ഒരു പീരീഡാണിത്. ഇമോഷണൽ ഫീലിങ്സ് ഒക്കെ കൂടുതൽ, ഫിസിക്കലി നമ്മൾ ഭയങ്കര വീക്ക് ആകണതും, അങ്ങനത്തെ പല ഡിഫറൻസ് സ്റ്റേജിലൂടെ നമ്മൾ പോകും. പക്ഷേ ഒരു ആത്മീയമായി നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ അത് ഏറ്റവും ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു പീരീഡാണ്. റീസൺ, തമ്പുരാൻ്റെ കൂടെ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ പങ്കുകാരാകുമ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയം തമ്പുരാനോടൊപ്പം സഹകരിക്കുന്ന ഒരു പീരീഡാണ്. ഇത് ജോൺ പോൾ ഡാമൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി മക്കളെ ജനിപ്പിക്കുവിൻ. നിങ്ങളെ കൂടാതെ ദൈവത്തിന് അത് സാധ്യമല്ല. ഞാനത് പറയുമ്പോൾ പെട്ടെന്ന് സകല അമ്മമാരെ നന്ദിയോടെ ഓർത്ത്, എൻ്റെ അമ്മച്ചി ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ അമ്മമാരെയും നന്ദിയോടെ ഓർത്ത് അവർ തലകുനിക്കുന്നു. ഞങ്ങളെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്വീകരിച്ച്, ഉദരത്തിലേക്ക് സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനും ആത്മീയമായിട്ട് വളർത്തി തമ്പുരാനെ കാട്ടിത്തരാനും നിങ്ങൾ കാണിച്ച ആ ഒരു തീഷ്ണതയ്ക്കും നിങ്ങൾ ധൈര്യത്തിനുമെല്ലാം ഒത്തിരി നന്ദി. നമുക്കിനി തിരിച്ച് നമ്മുടെ ചേച്ചിമാരിലേക്ക് വരാം. പ്രീതി ചേച്ചിയുടെ അനുഭവങ്ങൾ ഒന്ന് പറയാമോ? എനിക്ക് 5 മക്കളാണ്. എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ 5ഉം സിസേറിയനാണ്. 5 സിസേറിയനാണ്? 5 വെച്ചാൽ എൻ്റെ ഒരു ട്വിൻസ് ആണ്. അപ്പൊ 4 സിസേറിയനാണ് എനിക്ക്. ഇത് തന്നെ ഒത്തിരി പേർക്ക് ഒരു ആശ്വാസത്തിന്റെ കാര്യമായിരിക്കണം. ഞാൻ ചിലയിടത്തൊക്കെ 2 കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാമതൊക്കെ വരുമ്പോൾ സിസേറിയൻ പേടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കാരണം അയ്യോ ഇത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, അതുകൊണ്ട് ഗർഭം വീണ്ടും പ്രസവം നിർത്തിയ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞു തുടങ്ങിയ ആദ്യ വാചകം തന്നെ ഒത്തിരി പേർക്ക് ഒരു ആശ്വാസമായിരിക്കും ഉറപ്പാണ്.
ഇത് 5 സിസേറിയൻ കഴിഞ്ഞിട്ട് വളരെ കൂളായിട്ട് ഇനിയും വേണമെങ്കിൽ റെഡി എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ചേച്ചി തുടർന്നോളൂ. എൻ്റെ ഈ ആദ്യത്തെ കുഞ്ഞാവ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുട്ടി മുതൽ എനിക്ക് എപ്പോഴും ഇച്ചിരി ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആദ്യത്തെ 4 മാസവും ഞാൻ ഫുൾ കിടപ്പാ, ഓക്കെ. ബെഡ് റെസ്റ്റാ. അപ്പൊ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ബ്ലീഡിങ് പ്രോബ്ലം അങ്ങനെ. അപ്പൊ ഞാൻ പക്ഷെ അതിന്റെ ഒരു ബ്യൂട്ടി കണ്ടത് ഇങ്ങനെയാ, കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സമയത്ത് നമുക്ക് വചനം വായിക്കാനും, ഫുൾ ടൈം നമ്മൾ കിടപ്പാണല്ലോ, വേറെ ഒന്നും ചെയ്യാനില്ല, വചനം വായിക്കാനും ബൈബിള് കേൾക്കാനും, ഓഡിയോ ബൈബിൾ കേൾക്കാനും, ഓഡിയോ ബൈബിൾ എന്നാൽ വിശുദ്ധരുടെ ബുക്സ് വായിക്കാനും പറ്റിയൊരു കാലഘട്ടം. നീ നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ പോലെ അല്ലേ? ഇളയ വാവ പ്രഗ്നന്റ് ആയിരുന്ന ഒരു സമയത്ത് ഒരു അനുഭവം ഞാനിങ്ങനെ ഓർക്കായിരുന്നു. അപ്പൊ ഇതുപോലെ ഞാൻ ബെഡ് റെസ്റ്റ് ആണ്. അപ്പം മക്കളെയൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അന്നൊരു സെർവൻറ്റ്, പുതിയതായിട്ടുള്ളൊരു സഹായിക്കാൻ വന്നൊരു സെർവൻ്റ് ആയിരുന്നു. അപ്പം പുള്ളിക്കാരി ആദ്യത്തെ ദിവസം വന്നു, പോകാൻ നേരമായി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സാരി ഇങ്ങനെ കടിഞ്ഞിട്ട് പറയും, ദേ മോളെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടാ. അപ്പൊ ഞാൻ ആദ്യം ഓർത്തു ഇച്ചിരി എന്തോ അങ്ങനെ. പിറ്റേ ദിവസം വന്നിട്ട് പോവാൻ നേരമാകുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, മോളെ കണ്ടാ ഞാൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടാ. അപ്പൊ ഞാൻ ഈ ബെഡിൽ തന്നെയാണല്ലോ, പുള്ളിക്കാരി കണ്ട് പിന്നെ അത് വെക്കാൻ പറയാം. അങ്ങനെ അപ്പൊ 2ാം ദിവസം പുള്ളിക്കാരി ഇത് റിപ്പീറ്റ് ചെയ്തപ്പോ എന്തോ പ്രശ്നം കൊണ്ടുവന്നൊരു തോന്നൽ വന്നു. അത് കഴിഞ്ഞപ്പോ എൻ്റെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോ പറയണ്ട, ദൈവമേ വെളിച്ചെണ്ണ മേടിച്ചത് മിഞ്ഞാന്നല്ലേ, അതില്ല, പയറില്ല, ഇതല്ല ഇവിടെ. അപ്പൊ ശരിക്കും നമുക്ക് മനസ്സിലായി പുള്ളിക്കാരി ഇതെല്ലാം എടുത്തോണ്ട് പോകുന്നുണ്ടെന്ന്. അപ്പൊ ഒരു കേട്ടൊരു സമയത്ത് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും, എന്നെ ചെയ്യും, കാരണം എനിക്ക് പോയി അവിടെ പോയി ഇത് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഞാൻ എൻ്റെ ഒരു തോന്നൽ വന്നു, നമ്മളെ ഈ ഒരു സമയത്ത് എൻ്റെ ചിന്തകളും എൻ്റെ അസ്വസ്ഥതകളും എൻ്റെ വിഷമമൊക്കെ കുഞ്ഞാവയിലോട്ട് വരും. എനിക്ക് വേണമെങ്കിൽ ഈ അസ്വസ്ഥത വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഒന്ന് ശാന്തമാവാം. അപ്പൊ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ശാന്തമായപ്പോ എനിക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്ന്, ഞാൻ ഇവർക്ക് കൊടുക്കുക, ഇവരെന്തൊക്കെ എടുത്തോണ്ട് പോകണോ കൊടുക്കുക. അപ്പൊ ഞാനിങ്ങനെ ഈശോ എടുത്തോണ്ട്, എൻ്റെ ഈശോയെ ഇവരൊന്നും എടുത്തോണ്ട് പോണതല്ല, ഞാൻ ഇവർക്ക് കൊടുക്കുക, എന്ത് ഇവരെടുത്തോണ്ട് പോയാലും ഇവരുടെ മേലിലോ യാതൊരു കുറ്റവും ഇല്ല. എനിക്ക് ഭയങ്കര ആശ്വാസം. പർപ്പസ്ഫുള്ളി അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പിന്നീട് ഞാൻ ഓർക്കും, അവരവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഞാൻ ശാന്തമായിട്ടിരുന്ന് ബൈബിളിന്റെ ബാക്കി വായിക്കുന്നു, ഇത് ചെയ്യുന്നു. അല്ല, മറ്റേതായിരുന്നു ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അടുക്കള ഭാഗത്തോട് തന്നെ നോക്കിന്ന് അനക്കം കേൾക്കുമ്പോൾ ഇവരിപ്പോ മറ്റേത് എടുക്കുമായിരിക്കും, ഇവരിപ്പോ ഇത് എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ പോവാൻ നേരത്ത് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആരെങ്കിലും ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് ചെക്കിങ്ങിന് വേണ്ടി ചെയ്തേനെ. ഇത് ഞാൻ പോവാൻ നേരമാകുമ്പോൾ ഞാനിങ്ങനെ ഈശോടുത്ത, ഈശോയെ അവരെന്തൊക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം നീ കൊടുക്കണാണ്ടാ, അവരെടുത്തോണ്ട്, അവര് വിചാരിക്കും അവരെടുത്തോളൂ, പക്ഷെ അല്ല എന്ന് പറഞ്ഞപ്പോ എനിക്കത് വളരെ ആശ്വാസം. അന്നും വൈകുന്നേരം വന്നിട്ട് ഇവര് സാരി കൊണ്ടിട്ട്, മോളെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് നിറഞ്ഞ് അവരെ നോക്കി ചിരിക്കാൻ പറ്റിയ സമയം ഞാനൊന്ന് ഓർക്കായിരുന്നു. ഈ കുഞ്ഞുവാവയുടെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവൾക്ക് നല്ല പ്രസന്നത ശ്രദ്ധിക്കാറുണ്ട്. പല സമയങ്ങളിലും പ്രസന്നമായിട്ടിരിക്കുന്നത് ഞാനിങ്ങനെ, അതായത് അമ്മ പ്രസന്നതയോടെ കള്ളത്തരം പോലും അംഗീകരിച്ച് തമ്പുരാൻ നാമത്തിൽ കൊടുത്തപ്പോൾ കുഞ്ഞിന് ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. വിശുദ്ധ റീത്തയെ പറ്റി ഇങ്ങനെ വായിച്ചിട്ടുണ്ടേ. വിശുദ്ധ റീത്ത അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയത്ത് അമ്മ തീരുമാനിച്ചു സാധിക്കാവുന്ന വിശുദ്ധ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാന്ന്. വിശുദ്ധ നാട്ടിലൊക്കെ പോയി, എല്ലായിടത്തും പോയി കുറെ വിശുദ്ധരുടെ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു, കുറെ പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. അവിടെ തന്നെ അമ്മ പറയുമായിരുന്നു, എൻ്റെ കുഞ്ഞ് അതുകൊണ്ട് വിശുദ്ധിയായി തീർന്നു. അതായത് അമ്മയുടെ ഉദരത്തിലായിരിക്കും അമ്മ ചെയ്യുന്ന ആക്ടിവിറ്റീസുകളെല്ലാം, പ്രത്യേകിച്ച് ആത്മീയകാര്യങ്ങളെല്ലാം കുഞ്ഞിന് എന്തുമാത്രം ഒരു സ്വർഗീയ അനുഭവം കൊടുക്കുമെന്ന് ഉറപ്പാണ്. നമുക്ക് നമ്മുടെ 3ാമത്തെ ആളിലേക്ക് വരാം. ദിവ്യ ചേച്ചിയുടെയും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ച് തരാമോ? ഓരോ പ്രാവശ്യം പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചൊരുങ്ങിയായിരുന്നു തീരുമാനമെടുത്ത്. അതിനുശേഷം എല്ലാ ദിവസവും തന്നെ നമ്മൾ ഒരുമിച്ച് രാവിലെയും വൈകുന്നേരം നിർബന്ധമായിട്ടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ 3 പ്രാവശ്യം വയറിൽ കുരിശ് വരച്ച് ചേച്ചി ചേട്ടനോട് ഒരുമിച്ച് ചെയ്യുമായിരുന്നു. ഇത് തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കുള്ള മറ്റൊരു നല്ലൊരു പാഠം കൂടിയാണ്. ഭാര്യയും ഭർത്താവും ഒന്ന് ചേർന്ന് ഉദരത്തിൽ കൈവച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ചേച്ചി തുറന്ന് പറഞ്ഞോളൂ. പിന്നെ കഴിയുന്നത്ര സങ്കീർത്തനങ്ങൾ വായിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ആ സമയത്തേക്ക് നമുക്ക് അധികം പറ്റിയില്ലെങ്കിലും പിന്നീട് നമ്മൾ അറിയാനിടയായിട്ടുള്ളത് സങ്കീർത്തനങ്ങൾ 1 തൊട്ട് അവസാനം വരെ വായിച്ച്, പിന്നെ അതിൻ്റെ പകുതി ഭാഗവും കൂടെ വായിക്കുമ്പോൾ ഈ 9 മാസം 9 ദിവസത്തെ അത്രയും തന്നെ ദിവസങ്ങൾ വരും. സങ്കീർത്തനത്തിന് അങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വായിക്കുകയാണ്. പിന്നെ ഓരോ ദിവസവും കുഞ്ഞ് ജനിച്ച ആ നിമിഷം തൊട്ട് ആ ഓരോ ദിവസത്തെ ആന്തരിക സൗഖ്യം ഇത് വായിക്കുമ്പോൾ കിട്ടുമെന്ന് എൻ്റെ എൽഡർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവരിങ്ങനെ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അത് അങ്ങനെയുള്ള സൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ആന്തരിക മുറിവുകളും അമ്മയുടെ കിട്ടിയതെല്ലാം ഇങ്ങനെ ഹീൽ ചെയ്യപ്പെടാനായിട്ട് ഉദരത്തിലായിരുന്നപ്പോൾ ചൊല്ലിയ പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും. അത് എനിക്ക് ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല, ഇളയാനായപ്പോഴാണ് പറ്റിയത്. പക്ഷെ ഇനിയിപ്പോ കേൾക്കുന്നവർക്കെങ്കിലും അത്
പിന്നെ മോനുണ്ടായപ്പോൾ ഞങ്ങൾ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ജപമാല ചെല്ലാനും സുഹൃദേവങ്ങൾ ചെല്ലാനൊക്കെ ഇഷ്ടം പോലെ സമയം കിട്ടിയിരുന്നു. അപ്പോൾ എൻ്റെ എൽഡർ പറഞ്ഞു തന്നൊരു കേസുണ്ട്. നമ്മൾ ഉണ്ണീശോയ്ക്ക് മാല ഈ ക്രിസ്മസിന് ഓരോ മാല വളയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ സുഹൃദേവങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന അതുപോലെ തന്നെ ജപമാല ചൊല്ലി ഒരു 50 ജപമാല ചൊല്ലി കൊച്ചിനൊരു മാല ഉണ്ടാക്കിയിടണം. ഇപ്പം 100 ജപമാല ചൊല്ലി ഒരു അരഞ്ഞാണം. അങ്ങനെ ഓരോ നമുക്ക് സ്വർണത്തെക്കാളും വിലപിടിപ്പുള്ള ഒരു ആത്മീയ ആഭരണം. അത് തീർച്ചയായിട്ടും വളരെ നൂതനമായ ഒരു സംഭവമായിട്ട് ഞാൻ ഇതൊരെങ്ങും കേട്ടിട്ട് പോലുമില്ല. പക്ഷേ ആദ്യമായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അമ്മമാരൊക്കെ ചുരുക്കം അമ്മമാരൊരാൾ ചേച്ചിയായിരിക്കും. ഇത് തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകൾക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ആ കൊച്ചിന് മാല വള കമ്മലൊക്കെ പൈസ കൊടുത്ത് മേടിച്ചിടാറുണ്ട്. അതിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ ഇത് മറ്റൊരു രീതിയിൽ കൂടി പ്രാക്ടീസ് ചെയ്ത് എനിക്ക് തോന്നുന്നു. നമ്മുടെ പിള്ളേരെ തലതൊട്ടപ്പന്മാരും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുഞ്ഞുണ്ടാക്കുമ്പോൾ സമ്മാനം കൊടുക്കാൻ വരാറുണ്ടല്ലോ. ഉറപ്പായിട്ട് സ്വർണ്ണമോതിരവും മാലയൊക്കെ കൊടുക്കും. അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ എത്ര വലിയ സമ്മാനമായിരിക്കും കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് കുഞ്ഞിന് വേണ്ടി ഇതുപോലെ പ്രാർത്ഥന കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ചേച്ചി പറഞ്ഞോളൂ. നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമായിരുന്നു. കാരണം നമ്മുടെ കൊച്ചി ഇത്രയും കാര്യം സ്വർണ്ണമൊന്നും ഇട്ടില്ലായിരുന്നു. എങ്കിൽ പോലും മനസ്സുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഓർണമെന്റ്സ് ആണല്ലോ ഇട്ടിട്ട് വന്നിരിക്കുന്നത്. കാരണം പുറമെ ആർക്കും കാണത്തില്ലെങ്കിലും നമുക്ക് അതിന്റെ ഒരു പ്ലസ് പോയിന്റ് എപ്പോഴും അവനുണ്ട്. കാരണം എപ്പോഴും ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു നെഗറ്റീവ് എനർജി അങ്ങോട്ട് വന്നാൽ പോലും അവന് പെട്ടെന്ന് അറിയാം. ഇവന്റെ ഭാവമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും വന്നത് ഇതാണോ നെഗറ്റീവാണോ പോസിറ്റീവ്. കുഞ്ഞുങ്ങളെ സാത്താൻ പോലും തൊടാൻ ഭയപ്പെടുമെന്നുള്ളതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നെ ചെയ്തിരുന്നത് നമ്മള് വീട്ടിലെ ഹസ്ബൻഡ് മെയിനായിട്ട് പാട്ട് കേൾക്കുന്ന, അതായത് പ്രാർത്ഥിക്കാതിരിക്കുന്ന, ഒരുപാട് കൊന്ത അങ്ങനെ ചെല്ലുന്ന ആളല്ല. അതിന് പകരം പാട്ട്, നല്ല ഈശോയുടെ പാട്ടുകള് കുറെ നേരം കേട്ടോണ്ടിരിക്കും. അത് എത്ര മണിക്കൂർ ഇരുന്നാലും അത് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ ഞങ്ങളാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു. ഇപ്പൊ ഒരു വിഷമം വന്നാലും ഇത് എന്തായാലും ഇത് കേട്ടോണ്ടിരിക്കുന്ന അപ്പൊ അത് വൈകുന്നേരം ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും മക്കള് ആണെങ്കിലും ഒരുമിച്ചിരുന്ന് ആരാധനയൊക്കെ ആണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ അങ്ങനെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ മാത്രമായിട്ട്. അപ്പൊ ഈ മോനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഈ അടുപ്പിച്ച് ഈ പാട്ടുകൾ കേൾക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് മോനെ അനക്കക്കുറവൊക്കെ വരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ അനക്കക്കുറവ് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ മക്കളോ ആരെങ്കിലും അല്ലെങ്കിൽ പാട്ട് വെക്കും, ഈശോയുടെ പാട്ട് വെക്കും, അല്ലെങ്കിൽ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഉടനെ ആളനങ്ങും. ഇത് ജോൺ പോൾ രണ്ടാമന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ വായിച്ച് ഓർക്കുന്നുണ്ട് ഈ സംഭവം. ജോൺ പോൾ രണ്ടാമൻ അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയത്ത്, വിശുദ്ധൻ ഉദരത്തിലായിരുന്ന സമയത്ത് അമ്മ എപ്പോഴും പറയായിരുന്നു, വീടിന്റെ ജനലൊക്കെ തുറന്നിട്, പള്ളിയിലെ കുർബാനയും പാട്ടുകളൊക്കെ ഇങ്ങനെ അകത്തോട്ട് പോരട്ടെ എന്ന്. അപ്പോൾ ഈ വീട്ടിൽ തൊട്ടടുത്ത് പള്ളിയുണ്ട്. അപ്പോഴത്തേക്ക് പള്ളിയിൽ നടക്കുന്ന കുർബാനയും പാട്ടുകളെല്ലാം വീട്ടിലേക്ക് എൻ്റെ കുഞ്ഞ് വയറ്റിട്ടൊക്കെ കുഞ്ഞ് കേൾക്കട്ടെ എന്ന്. അതുകൊണ്ട് കുഞ്ഞ് ആരായിത്തീർന്നു, കുഞ്ഞ് വിശുദ്ധനാ, കുഞ്ഞ് മാർപ്പാപ്പയായി വിശുദ്ധനായി. ചേച്ചി സാധ്യത കേട്ടോ, കുഞ്ഞിന് പറഞ്ഞു കൊടുത്തിട്ടോ, അവന് കുറെ ഓർണമെന്റ്സ് ഒക്കെ കിട്ടിയത് മകനല്ലേ. അപ്പൊ തിരുസഭയ്ക്ക് വേണ്ടി ഒരു പുത്തൻ താരോദയം ചിലപ്പോ ഈ എപ്പിസോഡ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കൊള്ളാം. നമുക്കിനി നമ്മുടെ മെരിസിച്ചിയിലേക്ക് തിരിച്ചു വരാം. മെരിസിച്ചി എഞ്ചിസാമിയുടെ പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ വിങ്ങും കൂടി നോക്കുന്ന ഒരാളല്ലേ. ചേച്ചി എഞ്ചിസാമി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഗർഭകാലത്തിലുള്ള സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്. ചേച്ചി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വിശദീകരിച്ചു തരാമോ? നമ്മൾ പറയാറില്ലേ, ഒരു വൃക്ഷം വെക്കാൻ നേരത്തേക്കും കടക്കാണ് വളവിടേണ്ടതെന്ന്. അതേപോലെ കുഞ്ഞിന്റെ ആ ഒരു ഉദരത്തിലായിരിക്കുന്ന ആ ഒരു സമയത്ത് കൊടുക്കുന്ന കാറ്റഗീസത്തിന് എഞ്ചൽ സാർമി പറയണത് വൂം കാറ്റ് എന്നാണ്. കാറ്റഗീസം പിള്ളേരൊക്കെ അത് കഴിഞ്ഞ് സ്കൂളിൽ വിടാൻ പാടുപെടുകയാണ്. ആ സമയത്ത് അമ്മ ചെയ്യുന്ന എല്ലാ ആത്മീയ പ്രവൃത്തികളും, പ്രത്യേകിച്ച് പ്രാർത്ഥനയും, ജപമാല, വചന വായന, വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുക, ഇങ്ങനെ പറ്റുന്നത്രയും ദിവ്യ ബലികൾ കാണുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, നമ്മൾക്ക് ആ സമയത്ത് ഉള്ള നമ്മളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം ഓർത്ത് നന്ദി പറയുക എന്നുള്ളത്. പ്രഗ്നൻസി വിങ് ചെയ്യണ ഒരു കാര്യമുള്ളത്, പ്രഗ്നന്റ് അമ്മമാരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്, പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ആര് പ്രഗ്നന്റ് ആണെന്ന് നമ്മൾ അറിയുമ്പോഴും അവർക്ക് വേണ്ടി 9 മാസം പ്രാർത്ഥിക്കും. 9 മാസം നിങ്ങൾ പ്രാർത്ഥിക്കും? ഒരു വിങ് കുറച്ച് അമ്മമാരുണ്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണമെങ്കിൽ ചേച്ചിനെയോ പ്രീതി ചേച്ചിനെയോ ഒക്കെ വിളിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ പ്രാർത്ഥന, പ്രത്യേക പ്രാർത്ഥനകൾ ഗർഭിണികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിളിക്കാവുന്നതാണ്. ഒരു സഹായിക്കുന്നതായിരിക്കും അല്ലേ? അതെ, സഹായിക്കുന്നതായിരിക്കും. പറഞ്ഞോ. പിന്നെ ഇങ്ങനെ ഒരു മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഉദരഫലം അനുഗ്രഹീതം. ഉദരഫലം അനുഗ്രഹീതം എന്താണെന്ന് പറയാം, വിശദീകരിച്ചു തരാമോ? അത്
9 മാസവും മാതാവിനോടൊപ്പം പ്രാർത്ഥിച്ചൊരുങ്ങുക എന്നുള്ളതാണ്. അതിനൊരു ജസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പറ്റുന്നത്രയും വചനം വായിക്കുക എന്നൊക്കെയല്ല. അതിനൊരു ചെറിയൊരു ടിപ്പ് മാത്രമാണിത്. ഓക്കെ ഓക്കെ ഫസ്റ്റ് ആദ്യത്തെ മാസത്തെ ഒരു ഇതിട്ടേക്കണത് ഫസ്റ്റ് മന്ത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അറിയണത്. അറിഞ്ഞു വരത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മന്ത് ഇട്ടേക്കണ ആ ഒരു ആക്സെപ്റ്റൻസ്, മാതാവിന് ഗബ്രിയേൽ ദൂതൻ വന്ന് മംഗളവാർത്ത അറിയിച്ചപ്പം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്വീകരിക്കാനായിട്ട് ആ ഒരു ആക്സെപ്റ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പം ഈശോയെ ഈ വാവേനോർത്ത് നന്ദി പറയണമെന്ന് പറയാനായിട്ടുള്ള. കുറേ പേർക്കെങ്കിലും തെറ്റുപെടുത്തുന്ന സ്ഥലമാണ്. പെട്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ഉയ്യോ പറ്റിപ്പോയല്ലോ, അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ സമയത്ത് വന്നല്ലോ. ഉറപ്പായിട്ട് ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥയിലും വളർച്ചയിലൊക്കെ കാര്യമായിട്ട് വലിയൊരു ആന്തരിക മുറിവിന്റെ മേഖല വരുന്നതാണ്. അപ്പൊ 1-ാം മാസം തന്നെ അത് ഹീൽ ചെയ്യപ്പെടും. രണ്ടാമത്തെ മാസം അങ്ങനെ മാതാവ് കടന്നുപോയ ഓരോ വഴിയും നമ്മളുടെ ഓരോ മാസം മാതാവിനോടൊപ്പം 9 മാസം യാത്ര ചെയ്യുക എന്നുള്ളത്. ആ ഈ 9 മാസം ആ ഒരു പീരീഡ് ജസ്റ്റ് ഇതൊരു ചെറിയൊരു ടിപ്പ് മാത്രമാണ്. പറ്റുന്നത്രയും വചനം വായിക്കുക, പറ്റുന്നത്രയും ജപമാല ചൊല്ലുക. ഇതും ആർക്കും വേണേലും മേരിച്ചിത്രയിലോ വിറയിലൊക്കെ അവൈലബിൾ ആണ്, ആർക്കും വേണേലും ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഈ സ്പിരിച്വൽ നറിഷ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഈ 9 മാസം പ്രാർത്ഥിച്ചൊരുങ്ങുക എന്ന് പറയണ സമയത്തേക്കും ഒപ്പം ഇവർക്ക് ഈ ചിലവരിങ്ങനെ വിളിച്ചിട്ട് പറയാറുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന്. ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആ സമയത്തുള്ള ഇതിൽ നമുക്ക് ഒട്ടും നേരമില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുക, അല്ലെങ്കിൽ ഈശോയെ നന്ദി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കണവർക്ക് പലവർക്കും ചിലപ്പോൾ തോന്നും, ഓഫ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ആർക്ക് പറ്റും, അങ്ങനെ തോന്നണവരുണ്ട്. വളരെ സ്വാഭാവികമായ ചോദ്യമാണ് അങ്ങനെ തോന്നുക. അപ്പൊ അവരോടൊക്കെ പറയണ ഈശോനെ എല്ലാം അറിയാം, നമ്മളുടെ എല്ലാ അവസ്ഥകളും കാണുന്നുണ്ട്, എല്ലാത്തിനും ഓർത്ത് വെറുതെ നന്ദി പറഞ്ഞാൽ മതി. ഇതിപ്പോ നമ്മൾക്ക് ഭയങ്കര നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ പോവുകയാണെങ്കിൽ ലൈഫിന്റെ ആ സിറ്റുവേഷൻ ഓർത്ത് നന്ദി പറയുക. ഇപ്പൊ നമ്മളുടെ ഈ വൂം കാറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പഠിപ്പിക്കുവാണ് കുഞ്ഞിനെ. നമ്മള് യൂക്യാറ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ വൂം ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ഉദരത്തിലായിരിക്കുമ്പോഴേ കാറ്റഗിസം. അപ്പൊ കുഞ്ഞിനെ പഠിപ്പിക്കുവാണ് തമ്പുരാനിൽ ആശ്രയിക്കാനായിട്ട്. എല്ലാ നെഗറ്റീവ് സിറ്റുവേഷൻ ഓർത്ത് നന്ദി പറയാൻ പറയും അവരോട്. അപ്പം പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ കുറച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നേരത്തേക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ വീണ്ടും അവർ വിളിക്കണത് കാണാം. വിളിച്ചവര് പിന്നീട് വിളിക്കണ കാണാം. ഭയങ്കര റിലീഫായി, ഈശോയെ നന്ദി, ഇനി എന്ത് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ച്. പിന്നെ അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒട്ടും പറ്റാണ്ടിരിക്കണവർക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രാർത്ഥിച്ച് അപ്പൊ പറയും ഞങ്ങൾ കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതിലുള്ള കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു ലക്ഷ്യം ഇതാണ്, ഭൂമിയിലോട്ട് കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴണതിന് മുമ്പ് തന്നെ കുറെ പ്രാർത്ഥനയിൽ പൊതിഞ്ഞ് പുത്തൻ പ്രാർത്ഥനയുടെ ഉടുപ്പിട്ടുകൊണ്ട് അവർ ഭൂമിയിലേക്ക് വരിക. ഞാനൊരു ടീച്ചർ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. ടീച്ചർ പറഞ്ഞു, ടീച്ചർ കുഞ്ഞുദരത്തിലായിരുന്നപ്പോഴത്തേക്ക് എവിടെ പോയാലും കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് പള്ളിയിൽ പോകുമ്പോൾ, മോനെ ഞാനിപ്പോൾ ഇന്ന പള്ളിയിലാണ് വന്നേക്കുന്നത്, ഇന്ന വിശുദ്ധൻ്റെ പ്രതിമയുടെ മുമ്പിലാണ് നിൽക്കുന്നത്, ഇപ്പം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ഇപ്പോഴത്തെ അമ്മ കുർബാന സ്വീകരിക്കാൻ പോവുകയാണ്. നോൺ സ്റ്റോപ്പ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ കഥ പറഞ്ഞ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്ന പോലെ ആദ്യം മുതൽ അവസാനം എപ്പോഴും കുഞ്ഞിനോട് പോകുന്നത്. അതുകൊണ്ട് ടീച്ചർ പറയണം, കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഈസിയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അല്ല, കുട്ടികളോട് നമ്മൾ എത്രത്തോളം സ്നേഹം കാണിക്കുന്നു, വയറ്റിൽ വെച്ച സ്നേഹം, അതിൻ്റെ ഒരു പ്രത്യേകത കുഞ്ഞുങ്ങൾക്കുണ്ട്. ആ പ്രസരിപ്പും അതെല്ലാം കുഞ്ഞുങ്ങൾ ചില സമയങ്ങളിലാണെങ്കിലും നേരത്തെ നമുക്ക് എന്താ പറയുക, കുഞ്ഞിനോട് സംസാരിച്ച് ശീലിച്ച പുറത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ഈസി. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഓർത്തതാണ് അച്ഛാ, ഒരു 1-2 അനുഭവം എനിക്ക് വന്നേ. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഈ പറഞ്ഞ പോലെ ശാന്തമായിരിക്കണം എന്ന്, നന്ദി പറയണമെന്ന്. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കണേ, എനിക്ക് എന്തോ ഒരു കാര്യത്തിൽ ദേഷ്യം വന്നു. എനിക്ക് നന്ദി പറഞ്ഞിട്ടും പോണില്ല. നന്ദി പറഞ്ഞോട്ട് എനിക്ക് ദേഷ്യം വരും. എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു, എന്റെ ഇഷ്ടം, എനിക്ക് നന്ദി പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കി. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി അസ്വസ്ഥമാവും കുറച്ച്. ഞാൻ പെട്ടെന്ന് എനിക്ക് സ്വസ്ഥമാവാതിരിക്കാനുള്ള കാരണം ഞാനിങ്ങനെ ആയിരിക്കും, അയ്യോ എന്നാലും എൻ്റെ കൊച്ചിനാ ദേഷ്യം കയറിയില്ലേ, കുഞ്ഞിനാ വിഷമം വന്നില്ലേ, അസ്വസ്ഥ അതും കൂടെ എൻ്റെ മനസ്സിലേക്ക് വരാം. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു, അതായത് എൻ്റെ കൊച്ചിനെ എങ്ങനെ ക്ഷമിക്കണം എന്ന് ഏതായാലും അവന് ഞാൻ ദേഷ്യം കൊടുത്തു, ഇനി വയറ്റി വെച്ച് എങ്ങനെ ക്ഷമിക്കണം എന്നും കൂടെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചപ്പോ അപ്പൊ ഞാൻ ഓർത്ത്, എൻ്റെ ഈശോയെ, കുഞ്ഞെ നിനക്ക് നീ പഠിച്ചല്ലോ എങ്ങനെയാണ് ദേഷ്യമൊക്കെ വരുന്നത്, മോനെ ക്ഷമിക്കാം, നമുക്ക് അമ്മയ്ക്കും കുഞ്ഞാവയ്ക്കും കൂടെ ഒരുമിച്ച് ക്ഷമിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ എനിക്ക് നല്ല ആശ്വാസം തോന്നി. കാരണം അല്ലെങ്കിൽ ഈ നമുക്ക് ആദ്യത്തെ ചില പ്രഗ്നൻസിയിലൊന്നും എല്ലാ കാര്യവും അറിയില്ല. അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത്, അല്ലെങ്കിൽ വിഷമം വരണല്ലോ എന്ന് ഓർത്ത്, ഓരോന്ന് വരുമ്പോൾ എല്ലാം കൊച്ചിന് കിട്ടണല്ലോ എന്ന് ഓർക്കുമ്പോൾ
അടുത്ത സ്റ്റെപ്പാണ് വരുന്ന സാധനം. എല്ലാം എല്ലാം ദൈവം കാണുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് നോക്കി ഈശോയുടെ ഒപ്പം കുഞ്ഞാവയും അമ്മയും കൂടെ ഹീലിങ്ങും കൂടെ. അപ്പൊ എളുപ്പമായി കൊച്ചിന് സ്നേഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ നമുക്ക് ഉദരത്തിൽ വെച്ച് തന്നെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യം. ഞാൻ എൻ്റെ 5ാമത്തെ വാവേനെ കൺസീവ് ചെയ്ത സമയത്ത് ഞാൻ ഓർക്കുമായിരുന്നു, നമ്മൾ മുതിർന്ന കുട്ടികളുടെ ജോലികളൊക്കെ ആയിട്ട് നമ്മൾ ശരിക്കും നല്ല സ്ട്രെയിൻ ആവുമല്ലോ നമ്മൾക്ക്. അപ്പം ആ സമയത്ത് എനിക്ക് വന്നൊരു ചിന്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാവയ്ക്ക് ശരിക്കും ഭയങ്കര എഫിഷ്യൻ്റ് ആവും ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ നേരത്തേക്ക്, ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പം എനിക്ക് ശരിക്കും ശാരീരിക ക്ഷീണമൊക്കെ വരുന്ന സമയത്തേക്കും ഞാൻ പോയി കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു തീഷ്ണതയിലാണ് ചെയ്യണത് പണികളൊക്കെ, വീട്ടിലെ കുഞ്ഞിനോട് എഫിഷ്യൻസി കൂടുതൽ കൂടുതൽ ഭയങ്കര സന്തോഷം. എനിക്കറിയില്ല, എനിക്ക് വീട് മൊത്തം ഒതുക്കാനായിട്ട് അങ്ങനെ ഭയങ്കര സന്തോഷം ജോലി ചെയ്യണതിൽ. സാധാരണ ഈ ജോലി തിരക്കിന്റെ ഒക്കെ പേരില് പ്രശ്നങ്ങളുടെ പേരിൽ ആൾക്കാർ ഇനി കുഞ്ഞുങ്ങളൊന്നും വേണ്ടെന്നൊക്കെ വെക്കുമ്പോ ഇവിടെ ആൾ പറയുന്നത് കൂടുതൽ തീക്ഷണത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി അകത്ത് കിടന്ന് കൊള്ളാൻ മനോഹരമായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു തമ്പുരാൻ തന്ന ആ ഒരു ചിന്തയാന്ന് തോന്നുന്നത്, വലിയ ബോധ്യം തന്നെ, ആ ഒരു ബോധ്യം തോന്നുന്നത്. പിന്നെ ഇതിങ്ങനെ നമ്മൾ ഈ പ്രഗ്നൻസി സമയത്ത് പ്രാർത്ഥിക്കണ കാര്യവും ഇത് ഈ ഉദരഫല അനുഗ്രഹീതത്തിന്റെ കാര്യമൊക്കെ കേട്ടപ്പം നമ്മുടെ പ്രഗ്നൻസി വിങ്ങിൽ തന്നെയുള്ള ഒരു അമ്മക്ക് ഇങ്ങനെ ഒരു കാര്യം തോന്നി, അയ്യോ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്നും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പം ഒരു ദിവസം ഇങ്ങനെ ആ ഒരു ചിന്ത ഉണ്ടായിരുന്ന സമയത്തേക്കുമാണ് മോനിങ്ങനെ കുറച്ച് അനുസരണക്കേടൊക്കെ കാണിക്കുന്നത്. അപ്പം ഈ സമയത്ത് നേരത്തെ പ്രാർത്ഥിക്കാഞ്ഞുകൊണ്ടാണെന്നുള്ളൊരു ചിന്ത. അപ്പം ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യം, ഈ ഉദരഫലം എടുത്തു വെച്ചിട്ട് 1-ാം മാസം അങ്ങ് പ്രാർത്ഥിച്ച്, പിന്നെ 2ാമത്തെ മാസം 2-ാം മാസം അങ്ങ് കൊച്ചിന്റെ ഹീലിങ്ങിന് വേണ്ടി പഴയ ഉദരാനുഭവത്തിലേക്ക് തിരിച്ചു പോയിട്ട് ഈശോനെ പണ്ടത്തെ സമയത്തോട്ട് വന്ന് ഹീൽ ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ആ പ്രഗ്നൻസി സമയം ഇന്നും എന്നും ഒരുവനായതുകൊണ്ട് അവന് പൂർവ്വകാലത്തേക്ക് തിരിച്ചു പോയി അനുഗ്രഹിക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചു. ഈ 9 മാസവും പ്രാർത്ഥിച്ചു. അപ്പൊ പറയുമായിരുന്നു, ഒരാഴ്ച പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കൊച്ചിനിൽ ചേഞ്ച് കാണാൻ തുടങ്ങി എന്നുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കണവർക്കാണേലും ചെയ്തിട്ടില്ല എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് തിരിച്ചുപോയി വീണ്ടും 9 മാസം ഏറ്റവും വിശുദ്ധമായിട്ട് ഒരുങ്ങാവുന്നതാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ മക്കൾക്ക് വേണ്ടിയും എനിക്കൊക്കെ തന്നെ നമ്മളുടെയൊക്കെ ഹീലിങ്ങിന് വേണ്ടിയിട്ട്, എനിക്ക് ഹസ്ബൻഡ് അങ്ങനെ എല്ലാവരുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടിയായിരുന്നു അത് കേട്ടപ്പോഴത്തേക്കും. എൻ്റെ ഒരു ഫ്രണ്ട്, അവർക്ക് മക്കളില്ല, 10-15 വർഷമായി. അപ്പൊ അവർ ഈ ലീഫ്ലെറ്റ് വെച്ച് എന്ത് ചെയ്യണമെന്ന് പറയാം, അവര് ചില കുട്ടികളെ ആത്മീയമായിട്ട് ദത്തെടുത്തിട്ട് അവര് 1-ാം മാസം മുതൽ 9-ാം മാസം വരെ ഈശോയെ, ഈ കുഞ്ഞിനെ കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്താണോ, ഈശോ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഈ കുഞ്ഞിനെ എന്തൊക്കെ കയറിയിട്ടുണ്ടോ അതെല്ലാം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ ലീഫ്ലെറ്റ് ഉപയോഗിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവര്. എനിക്കത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. എപ്പോഴും എന്നോട് കണ്ടപ്പോൾ പറഞ്ഞതാണ്, ഞാൻ ഈ ലീഫ്ലെറ്റ് വെച്ച് അപ്പോൾ ആ കുട്ടി അറിഞ്ഞിട്ടില്ല, ആ കുട്ടി അറിയണമെന്നില്ല, ആരും അറിയണമെന്നില്ല, പക്ഷെ ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാ. അപ്പൊ ഒരു കുഞ്ഞിനെ ഞാൻ എൻ്റെ ഈ എന്താ പറയാ ആത്മീയമായിട്ട് ദത്തെടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. ചേച്ചി ഉറപ്പായിട്ടും ചേച്ചി ഇത്രയും നേരം ഈ ഉദരഫലം അനുഗ്രഹിക്കുന്ന ലീഫ്ലെറ്റ് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഉറപ്പായിട്ടും കാഴ്ചക്കാർക്ക് ആകാംക്ഷ കാണും എന്താണെന്ന് കാണാൻ വേണ്ടി. ഇച്ചൊന്ന് തുറന്ന് കാണിക്കാമോ? എവിടെ ഏഞ്ചൽ സാമിയുടെ ഓഫീസിൽ ഇത് എല്ലാവർക്കും വേണ്ടി അവൈലബിൾ ആയിരിക്കും, വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏഞ്ചൽ സാമി ഓഫീസോട് ബന്ധപ്പെട്ടാൽ ഉറപ്പായിട്ടും അത് പോസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഞാൻ നിങ്ങൾ 3 പേരായിട്ട് ഒരു കോമൺ ചോദ്യം ചോദിക്കുകയാണ്, ഉറപ്പായിട്ടും ഇത് എല്ലാവരും ആഗ്രഹിക്കുന്ന ചോദ്യം ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് 2 പേർക്കും 5 മക്കളുണ്ട്, ദീപശിക്ക് 3 മക്കളുണ്ട്. നിങ്ങളുടെ ഓരോ മക്കളും വരുമ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചൊക്കെ പറഞ്ഞു, നിങ്ങളുടെ മക്കള് എങ്ങനെ ഈ അടുത്തൊരാളുടെ വരവിന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ഒന്ന് പറയാമോ? 2ാമത്തെ മോള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അവൻ്റെ അടുത്ത് നിന്റെ കുഞ്ഞാവ് വന്നു. അപ്പൊ ഇവനപ്പൊ വേറെ ഒന്നുമില്ല, അവൻ ഈ കുഞ്ഞിന്റെ തൊടുന്നു, അമ്മയുടെ വയറ്റിൽ തൊടുന്നു, എൻ്റെ വയറ്റിൽ തൊടുന്നു, നമ്മുടെ കുഞ്ഞാവ് വരുന്നു, എപ്പോഴാ വരണേ. അവൻ ആ ഒരു സ്നേഹം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു മതി നിന്റെ കുഞ്ഞാവ. പിന്നെ അടുത്ത കുഞ്ഞാവമാര് വന്നപ്പോഴത്തേക്കും ഇവര് എന്താ പറയാ, ഇവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണല്ലോ മെയിൻലി പിള്ളേർക്ക് വരാൻ പോണ ഒരു പ്രശ്നം. മണ്ടത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടുത്ത ആൾ വരുന്നുണ്ട്, അതോടെ നിന്റെ സ്ഥാനം പോകും, നിന്നുള്ള സ്നേഹം കുറയും, എന്ത് വിവരം കേട്ട ഡയലോഗ് ചില റിലേറ്റീവ്സ് ഒക്കെ അന്നേരം പോയി വെക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ ഈ സമയത്ത് ആരെന്ത് പറഞ്ഞാലും നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താ, എന്താ നീ അടുത്ത ആള് വരണം, അപ്പൊ നീ രാജാവാ, നീ രാജ്ഞിയാ, അടുത്ത ആള് നിന്റെ കുഞ്ഞാവാ. അപ്പൊ എത്ര പേര് വരുന്നോ അത്രയും പേര് മുകളിൽ നിൽക്കുന്ന ആരാ? ഈ ആ ഒരു സംഗതി വരുമ്പോഴത്തേക്ക് ഇവര് കുഞ്ഞാവയ്ക്ക് വേണ്ടി ഇങ്ങനെ കൊതിയോടെ കാത്തിരിക്കും. ആ ഒരു
സ്വീകരിക്കൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ഉറപ്പായിട്ടും. വാവ വരണമെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിപ്പിക്കും എന്ന് ഇപ്പോൾ പ്രീത പറഞ്ഞല്ലോ. ഒപ്പം തന്നെ ഈ വാവ ഈ ഈ ഒരു സമയത്ത് വാവയുടെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാനായിട്ട് നേരത്തെ റെഡിയാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓ, വരാൻ പോകുന്ന വാവയ്ക്ക് വേണ്ടി വാവയ്ക്ക് ബാക്കി വേണ്ടി കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി. സെറ്റ് ചെയ്യാൻ നേരത്തേക്ക് മുതിർന്ന കുട്ടികളെയും കൂടി ചേർക്കുക. അപ്പൊ അവരുടെ ഒരു എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മുതിർന്നവരൊക്കെ വേഗം നീക്കി നിർത്തും. സാധാരണ അമ്മ പ്രഗ്നന്റ് മുറിയിലേക്ക് അടുപ്പിക്കില്ല, മാറ്റി നിർത്തുക, മേത്ത് കയറ്റിയാതിരിക്കുക. ഇല്ല, പിന്നെ എപ്പോഴും സംസാരിപ്പിക്കുക ഓക്കെ അവരോട്, ഓക്കെ ഓക്കെ. വാവേനോട് ശരിക്കും സംസാരിക്കുക. എല്ലാം നമ്മള് ശരിക്കും ആസ് ഇഫ് ആള് പ്രസന്റ് ആയ രീതിയിൽ. പ്രസന്റ് ആയ രീതിയിലെല്ലാം സംസാരിക്കുക. അപ്പം ഓക്കെ. വാവയും എല്ലാം കേൾക്കുന്നുണ്ട്. ആഹാഹാഹാ. ആ ഒരു ഇതില് മുതിർന്ന കുട്ടികൾ, അപ്പം അവർക്ക് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ വലിയൊരു നേരത്തേക്കും ബന്ധം കിട്ടി തുടങ്ങി. ബന്ധം കിട്ടി തുടങ്ങും. ഓക്കെ ഓക്കെ. അതുപോലെ മേരി ഒരു 7 മക്കളുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നേ. അപ്പൊ ഈ അവര് 7 മക്കളുടെ കുടുംബം 7ാമത് പ്രഗ്നന്റ് ആകുമ്പോൾ അറിയാലോ എത്ര അവർക്ക് ഇതുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു ഫാമിലി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഫാമിലി അവർക്ക് വേണ്ട എല്ലാ പ്രസവത്തിന് പോണതിന്റെ കിറ്റ് റെഡിയാക്കി. അതായത് അവർ മക്കളെല്ലാരും കൂടെ കടയിൽ പോയി ഇതൊക്കെ മേടിച്ചു, കുഞ്ഞുടുപ്പുകളൊക്കെ മേടിച്ചു. അവർ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഈ കിറ്റ് കൊണ്ടുപോയി ഒരു പ്രസന്റ് ആയിട്ട് കൊടുത്തു. ഉറപ്പായിട്ട് ബാക്കി കുടുംബങ്ങളൊക്കെ സഹായിക്കേണ്ട കാര്യം. സാധാരണ നമ്മുടെ ഇടവകളിലൊക്കെ അധികം മക്കളുള്ള കുടുംബങ്ങളെയൊക്കെ പലപ്പോഴും കോർണർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അതിന് പകരമൊക്കെ ഇങ്ങനെ അധികം മക്കളുള്ള കുടുംബങ്ങളെ ചുറ്റുപാടിൽ നിന്ന് സഹായിക്കലും. കാരണം ഓരോ ഗർഭവതിയും ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയെ ഓർക്കണം. കാരണം പരിശുദ്ധ അമ്മ ഭൂമിയിലേക്ക് ഈശോയെ കൊണ്ടുവന്നതുപോലെ ഓരോ അമ്മയും സ്വർഗത്തിന്റെ സമ്മാനത്തെ, പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിലിരിക്കുന്ന സമ്മാനത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതത്ര വലിയ ഉത്തരം. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ കുമ്പിട്ടുണ്ട് അമ്മമാരെ നമിച്ചുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങിയത്. നമുക്കിത് പറഞ്ഞ് ചുരുക്കാമെന്ന് കരുതുന്നു. ഒത്തിരിയധികം കാര്യങ്ങൾ ഇവരിപ്പോൾ നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് പറഞ്ഞ കാര്യങ്ങൾ, എങ്ങനെ ഒരു അമ്മ ആത്മീയമായിട്ട് ഈ ദിവസങ്ങളിൽ ഒരുങ്ങണം. വചനം വായിക്കുക, വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിക്കുക, നല്ല ആത്മീയ പാട്ടുകൾ കേൾക്കുക, നല്ല വിശുദ്ധമായ സൗഹൃദങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ മക്കളെയൊക്കെ ചേർത്ത് നിർത്തി കുഞ്ഞാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജീവിത പങ്കാളിക്കൊപ്പം ഉദരത്തിൽ കരങ്ങളൊക്കെ വെച്ച് രാത്രികാലങ്ങളിൽ ഒന്നു ചേർന്നായിരിക്കുക. പ്രത്യേകിച്ച് ചീത്ത സിനിമകളിലേക്കോ അല്ലെങ്കിൽ ഒച്ച ബഹളമുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഹൊറർ മൂവികളിലേക്കോ ഇതൊക്കെ കണ്ട് ദയവ് ചെയ്ത് കുഞ്ഞിനെ കൂടി പേടിപ്പിക്കാതിരിക്കുക. കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും നമുക്കും നമ്മുടെ കുഞ്ഞിനെ ജീവിതകാലം മുഴുവൻ സുരക്ഷിതമാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഈ 10 മാസമാണ് കയ്യിൽ കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ 10 മാസം ഏറ്റവും നന്നായിട്ട് മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പൊ ഒന്ന് കറി വെക്കുമ്പോഴാണെങ്കിലും ഒരു എന്നാ പറയണ്ടേ അടിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഇത് പറഞ്ഞിട്ട് അങ്ങ് ചെയ്താല് കൊച്ചിനെ കുക്കിങ്ങും എല്ലാം പഠിപ്പിക്കാം. ഇപ്പൊ നമുക്കിപ്പോ കേട്ടിട്ടുണ്ട് മാത്സ് ബുദ്ധിമുട്ടാണെങ്കിൽ മിക്കവാറും പേർക്ക് മാത്സ് ആണ് പ്രശ്നക്കാരൻ. അതും നമ്മൾ ചെയ്യുവാണെങ്കിൽ സയൻസ് അത് പറഞ്ഞ് നമ്മളൊന്ന് ഒത്തിരി ദിവസം പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് അതൊന്ന് വായിച്ചിട്ട് ഇത് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ പോയി. കാരണം എനിക്ക് മൂത്ത ആളുള്ളപ്പം എന്റെ അനിയത്തിനെ എനിക്ക് പഠിപ്പിക്കണമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവളെ പഠിപ്പിക്കുന്നോണ്ട് മൂത്തയാള് കുറച്ചും കൂടെ എളുപ്പമുണ്ടായിരുന്നു അവളെ പഠിപ്പിക്കാനൊക്കെ. രണ്ടാമത്തെ ആള് വന്നപ്പോഴത്തേക്ക് അതൊന്ന് ശ്രദ്ധ കുറഞ്ഞു. ബാക്കി കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോയപ്പോ അത് ശരിക്കും കാണാൻ മാത്രം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ആള് വന്നപ്പോ അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് എഴുതാൻ ശ്രമിക്കും. കൃത്യമായിട്ട് കുറെ കൊണ്ടിടുന്നു. അപ്പൊ അവനിപ്പോ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. എന്ത് അടിക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തോളും. കാരണം എനിക്ക് റെസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഓരോ പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ അത് ചെയ്തിട്ടുള്ളൂ. ചെയ്തിട്ടുണ്ട്. അതുപോലെ ബിജി ചേച്ചി നമുക്ക് പ്രഗ്നൻസിയുടെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഓരോരുത്തരെ ഡെലിവറിക്ക് പോവാൻ നേരത്താണെങ്കിലും അപ്പൊ ചേച്ചിയുടെ ഒരു മെസ്സേജ് വരും, ഏഞ്ചൽസ് ആർമിയുടെ. അപ്പൊ അത് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കുറെ പേർക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും പേര് എനിക്ക് തോന്നുന്നു ലോകം മുഴുവനും ഇല്ലേ ഒരുപാട് ജനിക്കപ്പെടുകയാണ്. അതായത് വിശുദ്ധ കുർബാനയിലെ എല്ലാ ദിവസവും ഒരു അമ്മയ്ക്ക് കൊടുക്കാവുന്ന സമ്മാനങ്ങൾ ഒരു വലിയ സമ്മാനമാണ്. എന്നും കുർബാന സ്വീകരിക്കുമ്പോ അപ്പൊ കുഞ്ഞാവെ ഈശോയുടെ ആ ഒരു തൊട്ട് കിടക്കുകയാണ്. കുർബാന കുമ്പസാരം അടുപ്പിച്ചുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഏത് അമ്മേനെ കണ്ടാലും ആ ഉദരത്തിലുള്ള കുഞ്ഞാവക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഞാനിത് കേട്ടപ്പോൾ മുതൽ ഞാൻ നേരത്തെ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വഴി കൂടി ഒരു ഗർഭവതികളൊക്കെ പോകുമ്പോൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് ഇപ്പോൾ അവരെ കാണുമ്പോഴേ സന്തോഷത്തിലൊന്ന് നോക്കി പ്രാർത്ഥിക്കാറുണ്ട്. ഇനിയും ഇവർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. അത് നന്നായിട്ടൊക്കെ ഒരുങ്ങിയവരായതുകൊണ്ടാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായ അനേക കാര്യങ്ങൾ പങ്കുവച്ചു. നമുക്കിതെല്ലാം ഒരു പ്രാർത്ഥനയാക്കി ഇപ്പൊ തന്നെ സ്വർഗത്തിലേക്ക് കേൾത്താം. നമുക്ക് എല്ലാവർക്കും കുടുംബം ഒന്ന് ചേർന്ന് ഈ നിമിഷം തന്നെ തമ്പുരാന്റെ മുമ്പിൽ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ,
ഞങ്ങൾ ഒന്ന് ചേർന്ന് കുടുംബമായിട്ട് ഈ നിമിഷം മക്കളെയൊക്കെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ ഞങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഗർഭവതികളായിരിക്കുന്ന അനേക മക്കൾക്ക് വേണ്ടിയാണ്. ഏറ്റവും വിശുദ്ധമായിട്ട് അവർക്ക് ഒരുങ്ങാൻ ജീവിത സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും തമ്പുരാനെ, നീ നിന്റെ കരുണയുടെ വലങ്കൈ നീട്ടി അവരെ ഇതിന് ഒരുക്കി കൊടുക്കണമേ. തമ്പുരാനെ, ഏതെങ്കിലുമൊക്കെ മാതാപിതാക്കള് അവർക്ക് ഒരുങ്ങി മക്കൾക്ക് ജന്മം കൊടുക്കാൻ പറ്റാത്തതിന്റെ വിഷമങ്ങൾ പേറുന്നുണ്ടെങ്കിൽ ഈ നിമിഷം തമ്പുരാനെ അവരെ നല്ല തീരുമാനങ്ങളെ കൊണ്ടുവരുത്തണമേ. ഇനിയും വീണ്ടും ഒരു 10 മാസം 9 മാസം അവർക്ക് ആത്മീയമായിട്ട് ആ മക്കൾക്ക് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു കൃപ കൊടുക്കണമേ. തമ്പുരാനെ, ഞങ്ങൾ ജീവന്റെ സമൃദ്ധിയെ പറ്റി ഇവിടെ സംസാരിക്കുമ്പോൾ മക്കളില്ലാതെ അനേക ദമ്പതികൾ ഈ ഭൂമിയിലുണ്ട്. തമ്പുരാനെ, അവരുടെ മേൽ നിന്റെ കനിവിന്റെ കരം നീട്ടണമേ, ആശ്വാസന കരം നീട്ടണമേ. അത്ഭുതങ്ങൾ ഈ നിമിഷം സംഭവിക്കപ്പെടട്ടെ. ഉദരഫലങ്ങൾ കൊണ്ട് ഈ നിമിഷം അനേകര് അനുഗ്രഹിക്കപ്പെടട്ടെ. ഏതെങ്കിലുമൊക്കെ നിമിഷത്തില് മക്കൾ വേണ്ടെന്നൊക്കെ വിചാരിച്ച് അബോഷണൊക്കെ ചെയ്തവരുണ്ടെങ്കിൽ ഈ നിമിഷം അവരുടെ കുറ്റബോധം തമ്പുരാനെ നീ എടുത്തു മാറ്റണമേ. അസൗകര്യങ്ങളുടെ പേരിലൊക്കെ മക്കളെ വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ അതിനുവേണ്ടി ദാഹിച്ചിട്ട് കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടെങ്കിൽ തമ്പുരാനെ, നീ സൗഖ്യത്തിന് കരം നീട്ടി ഈ നിമിഷം അവരെ സ്പർശിക്കണമേ. അമ്മേ മാതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഈ പ്രാർത്ഥനകളെല്ലാം ചേർത്ത് വെക്കുന്നു. ഒരു വിമല ഹൃദയത്തിലൂടെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഉദരങ്ങളെയും അമ്മേ നീ അനുഗ്രഹിക്കണമേ. നീ കടന്നു ചെന്നപ്പോ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന കുഞ്ഞ് കുതിച്ചു ചാടിയതുപോലെ, പരിശുദ്ധാത്മാവാൽ നിറഞ്ഞതുപോലെ എല്ലാ ഉദരങ്ങളും ഈ നിമിഷം പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. സ്വർഗീയ അനുഭവം കൊണ്ട് അവർ നിറയട്ടെ. ഒന്നു ചേർന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവന്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സാധിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഗർഭിണികൾ ഉണ്ടെങ്കിൽ അവർക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു 3 നന്മ നിറയുമേ കുടുംബം ഒന്നിച്ച് തന്നെ ചെല്ലുക.